അതിദരിദ്രരെ കണ്ടെത്തിയ ആധികാരിക പഠന റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് സാമ്പത്തിക വിദഗ്ധരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും തുറന്ന കത്ത്. കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നതിനിടെയാണ് ഇടതുപക്ഷത്തെ അടക്കം പിന്തുണയ്ക്കുന്ന ആളുകൾ ഇതിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തുന്നത്. വിവരങ്ങളുമായി വീണ MS ചേരുകയാണ്. വീണ, RVG മേനോൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് സർക്കാരിന് ഇത്തരത്തിൽ ഒരു കത്തയക്കുന്നത്. അവർ ചോദിക്കുന്ന വിവരമനുസരിച്ച് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിനുള്ള അതിദരിദ്ര മുക്ത കേരളം പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കണക്കുകൾ സർക്കാരിൻ്റെ മുന്നിലുണ്ടോ എന്ന് സംശയാസ്പദമായ നിലയിൽ സർക്കാരിനെ നിർത്തുകയാണ് ഇടതു ബുദ്ധിജീവികളടക്കം. വീണ, തീർച്ചയായും നീലിമ, അത് തന്നെയാണ്. ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ കടക്കുകയാണ്. എന്നാൽ അതിന് തൊട്ട് മുന്നെയാണ് ഇടത് അനുകൂലികളായിട്ടുള്ള ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന സാമ്പത്തിക വിദഗ്ധരും സാമൂഹിക രംഗത്തുള്ള വിദഗ്ധരുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുറന്ന കത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്? എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പഠനം നടത്തിയോ, വിലയിരുത്തൽ നടത്തിയോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും നടപടിക്രമങ്ങൾ നടത്തിയോ? ഇത്തരം ചോദ്യങ്ങളാണ് ഈ ഒരു തുറന്ന കത്തിൽ, മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു തുറന്ന കത്തിൽ ചോദിക്കുന്നത്. ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു തിരിച്ചടി, ഈ ഒരു നീക്കം അത് തിരിച്ചടിയാകുമെന്നുള്ളൊരു ആശങ്ക കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകളുണ്ടോ, അല്ലെങ്കിൽ ഡേറ്റയുണ്ടോ, പഠനം നടത്തിയത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇക്കാര്യങ്ങളൊക്കെയാണ് വിദഗ്ധർ ഈ ഒരു കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. 23 പേരടങ്ങുന്നവരാണ് ഈ ഒരു കത്ത്. 23 പേർ സാമ്പത്തിക രംഗത്തെയും അതുപോലെ തന്നെ സാമൂഹിക രംഗത്തെയും വിദഗ്ധർ ഉൾപ്പെടെ 23 പേരാണ് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡ് പ്രധാനമായൊരു മാനദണ്ഡമാണ്. ഈ ദാരിദ്ര്യ രേഖ മനസ്സിലാക്കുന്നതിന്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണോ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാണോ എന്ന് മനസ്സിലാക്കുന്നതിന് ഇത്തരത്തിൽ മാനദണ്ഡം പ്രധാനമായി വയ്ക്കുന്നതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം റേഷൻ കാർഡാണ്. ഈ റേഷൻ കാർഡിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ അന്നയോജന പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട്. 5 ലക്ഷത്തിലധികം പേർക്ക് ഇത്തരത്തിൽ മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അത് അവരിലടക്കം വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. ഇവർ നടത്തിയൊരു പഠനത്തിൽ പറയുന്നത് 64,000 പേർ മാത്രമേ അതിന് അർഹരായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് 64,000-ലേക്ക് ചുരുങ്ങിയത് എങ്ങനെയാണ്? എന്ത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 5 ലക്ഷത്തിൽ നിന്ന് 64,000-ലേക്ക് എത്തിയത്? എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കണക്കിനൊരു വ്യത്യാസം വന്നിരിക്കുന്നത്? ബാക്കിയുള്ളവരുടെ സ്ഥിതി മെച്ചപ്പെടാനുണ്ടായ ഒരു കാരണം എന്തൊക്കെയാണ്? ഇതൊക്കെ സർക്കാർ വ്യക്തമാക്കണമെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഘടിത മേഖലയിലെ തൊഴിലാളികളുണ്ട്. അവരുടെ വരുമാനം 200-250 രൂപയ്ക്ക് അകത്ത് മാത്രമാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാകുന്നത്? അവരെങ്ങനെയാണ് ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാകുന്നത്? അതടക്കമുള്ള കണക്കുകൾ വ്യക്തമാക്കണമെന്നാണ് ഈ ഒരു കത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ കത്തുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ മറുപടി വേണമെന്നടക്കവും ഈ വിദഗ്ധരടക്കം വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കത്ത് പുറത്തു വന്ന് വിവാദമാവുകയും തുടർന്ന് ഈ സാധാരണക്കാരടക്കമുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉയരുകയും കൃത്യമായിട്ടുള്ളൊരു കണക്ക് പറയണം. അതുമാത്രമല്ല, ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ അടിസ്ഥാനമാക്കുന്ന ഇത്തരത്തിലുള്ള കാർഡുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആനുകൂല്യങ്ങളടക്കം നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. അക്കാര്യങ്ങളൊക്കെ ഈ കണക്കുകൾ വ്യക്തമാക്കണം. പഠനത്തിൻ്റെ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നുള്ളൊരു ആവശ്യം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കണക്കുകൾ വ്യക്തമാക്കിയാൽ മാത്രമേ ഈ സർക്കാർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതി നടപ്പാക്കുന്നതെന്ന് കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികൾ കേരളത്തിലുള്ളത് സംസ്ഥാനത്ത് നടപ്പാക്കിയത് വളരെ ചുരുക്കം മാത്രമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പലതരത്തിലുള്ള പദ്ധതികൾക്ക് ഗുണഭോക്താക്കളായിട്ടുള്ളത് സംസ്ഥാനത്താണ്. ആ പദ്ധതികളിൽ നടപ്പാക്കുന്നതിൽ വലിയ തരത്തിലുള്ള വീഴ്ചയെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുമ്പോൾ സംസ്ഥാനത്ത് 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷത്തിനകത്തുള്ള ജനങ്ങൾക്ക് മാത്രമേ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ വ്യക്തമാക്കണമെന്നും വിമർശനങ്ങളടക്കം ഉന്നയിക്കുന്നുണ്ട്. സർക്കാർ കൃത്യമായിട്ട് കണക്ക് വ്യക്തമാക്കണം. മാത്രമല്ല, ഈ അന്തരം, ഈ മഞ്ഞക്കാർഡ് ഉടമകൾക്കിടയിൽ ഉണ്ടായ കണക്കുകൾ തമ്മിലുണ്ടായ ഒരു വൈരുദ്ധ്യം, ഒരു അന്തരം സർക്കാർ അത് വ്യക്തമാക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കത്ത് പുറത്തു വന്ന് ചർച്ച അതിന് പിന്നാലെ MP രാജേഷ് മാധ്യമങ്ങളെ കാണുകയും മന്ത്രി MP രാജേഷ് മാധ്യമങ്ങളെ കാണുകയും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു കത്തിൽ പുകമറ സൃഷ്ടിക്കുവാനുള്ള ആരോപണങ്ങളാണ് നടത്തിയിരിക്കുന്നതെന്നുള്ള വിമർശനങ്ങളടക്കം ഉന്നയിക്കുമ്പോഴും വാസ്തവം ഇപ്പോഴും വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അവർക്കൊന്നും ഇത് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല എന്നാണ് മന്ത്രി മറുപടി പറഞ്ഞത്. അതായത് വീണ, അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകാത്തതാണ് വിദഗ്ധരുടെ പ്രശ്നമെന്നാണ് MP രാജേഷ് പറയുന്നത്.
തീർച്ചയായും അതെ. കണക്കുകൾ ചൂണ്ടിക്കാട്ടി ആ കണക്കുകൾ കൃത്യമായിട്ടുള്ള പഴുതുകൾ വ്യക്തമാക്കണമെന്നുള്ള, പോരായ്മകൾ ചൂണ്ടിക്കാട്ടി അത് സർക്കാർ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പ്രഖ്യാപിക്കണമെന്നുള്ള ശരിയായ ചോദ്യങ്ങൾ, വാസ്തവം ജനങ്ങൾക്ക് അറിയേണ്ട അവകാശമുണ്ട്. ആ വാസ്തവങ്ങൾ സർക്കാർ വ്യക്തമാക്കുവാൻ ബാധ്യസ്ഥരുമാണ്. ആ കണക്കുകൾ വ്യക്തമാക്കണമെന്നുള്ള ആവശ്യമാണ് ഈ കത്തിലടക്കം പറയപ്പെടുന്നത്. ഈ കത്തിൽ അടക്കം വ്യക്തമാക്കുമ്പോൾ ഈ ഉന്നയിച്ചവർക്ക് കൃത്യമായിട്ട് ഈ കത്തിലെ ഉള്ളടക്കം മനസ്സിലാക്കാതെ, ഈ വാസ്തവം മനസ്സിലാക്കാതെ, അതിദരിദ്രരും ദാരിദ്ര്യരും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതെയാണ് ഇത്തരത്തിൽ സാമ്പത്തിക വിദഗ്ധരും അതുപോലെ തന്നെ സാമൂഹ്യ വിദഗ്ധരും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുന്നതെന്നുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിൽ കത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളടക്കമുണ്ട്, ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു വിമർശനങ്ങളടക്കം പറയുന്നു. അത്തരത്തിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ചില വസ്തുതാ കണക്കുകൾ പറയുന്നതല്ലാതെ അത് രേഖാമൂലം നൽകുവാനോ അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുവാനോ ആ വിശദാംശങ്ങൾ സർക്കാർ തന്നെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. വാർത്താ സമ്മേളനം നടത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ മാത്രമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 64,000 കൃത്യമായ കണക്കില്ല, കൃത്യമായ വസ്തുതയില്ല. വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.